ലൈവ് 6 ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. കേരളത്തിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. പട്ടികയിൽ 2,54,42,352 വോട്ടർമാർ. ഒഴിവായത് 24 ലക്ഷത്തോളം പേർ. ഇനിയും പേര് ചേർക്കാൻ ജനുവരി 22 വരെ സമയം. ഫെബ്രുവരി 21 അന്തിമ വോട്ടർ പട്ടിക. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തൽ. കടത്തിയത് സ്വർണം മാത്രമല്ല 4 പഞ്ചലോക വിഗ്രഹങ്ങളും. SITക്ക് മൊഴി നൽകി വിദേശ വ്യവസായി ഡി മണി എന്ന ഇടനിലക്കാരന് വിഗ്രഹം കൈമാറിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി. സ്വർണ്ണക്കൊള്ളയ്ക്ക് രാഷ്ട്രീയ സംരക്ഷണമുണ്ടെന്ന് രമേശ് ചെന്നിത്തല. SITക്ക് മേൽ അനാവശ്യ സമ്മർദ്ദമെന്ന് വി.ഡി. സതീശൻ. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പങ്കിനെ ചൊല്ലി CPM-ൽ വ്യത്യസ്ത അഭിപ്രായം. ശബരിമല തിരിച്ചടിച്ചെന്ന് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി, ബാധിച്ചിട്ടില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി. പാലക്കാട് ആൾക്കൂട്ട കൊലപാതകത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 7ആയി. ഇന്ന് പിടിയിലായത് ഒരു കോൺഗ്രസ് പ്രവർത്തകനും CPM പ്രവർത്തകനും. പ്രതികൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തി. രാംനാരായണന്റെ മൃതദേഹം ഏറ്റുവാങ്ങി ബന്ധുക്കൾ. കുടുംബത്തിന് 5 ലക്ഷം ധനസഹായം പ്രഖ്യാപിച്ച് ഛത്തീസ്ഗഡ് സർക്കാർ. കൊച്ചി മേയർ സ്ഥാനത്ത് നിന്ന് ദീപ്തി മേരി വർഗീസിനെ വെട്ടി AI വിഭാഗങ്ങൾ. VK മിനിമോളും ഷൈനി മാത്യുവും മേയർ സ്ഥാനം പങ്കിടും. KPCC പ്രസിഡന്റിന് ദീപ്തി മേരി വർഗീസിന്റെ പരാതിയെക്കുറിച്ച് അറിയില്ലെന്ന് DCC അധ്യക്ഷൻ. മുന്നണി വിപുലീകരണത്തിൽ UDF-ൽ ചർച്ചകളും അപസ്വരവും. PB അൻവറിനെ അസോസിയേറ്റ് അംഗമാക്കിയതിനെതിരെ മുല്ലപ്പള്ളി. അവസര സേവകന്മാരുടെ അവസാന അഭയകേന്ദ്രമായി UDF മാറരുതെന്ന് വിമർശനം. അൻവറിനായി പട്ടാമ്പിയിലും ഫ്ലക്സ്. അസോസിയേറ്റ് അംഗമാക്കിയത് അറിഞ്ഞില്ലെന്ന് വിഷ്ണുപുരം ചന്ദ്രശേഖർ. ഒടുവിൽ ജയിൽ DIG വിനോദ് കുമാറിന് സസ്പെൻഷൻ. നടപടി പരോൾ അനുവദിക്കാൻ തടവുകാരിൽ നിന്നും കൈക്കൂലി വാങ്ങിയതിന്. വിനോദ് കുമാറിന് സർവീസ് അവസാനിക്കാൻ 4 മാസം മാത്രം ബാക്കി. കരോൾ സംഘത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ അപലപിച്ച് സിറോ മലബാർ സഭ. നടക്കാൻ പാടില്ലാത്തതാണ് നടന്നതെന്ന് ബിഷപ്പ് പീറ്റർ കൊച്ചുപുരയ്ക്കൽ. കള്ളുകുടിച്ചാണ് കുട്ടികൾ കരോൾ നടത്തിയതെന്ന് വിവാദ പ്രസ്താവനയുമായി BJP നേതാവ് C. കൃഷ്ണകുമാർ. കരോൾ സംഘത്തെ RSS പ്രവർത്തകർ തടഞ്ഞത് ഇന്നലെ പുതുച്ചേരിയിൽ. ലക്ഷം കടന്ന് സ്വർണ്ണവില. പവന് 1,01,600 രൂപ. ഗ്രാമിന് 12,700. പവൻ ഒറ്റയടിക്ക് ഇന്ന് കൂടിയത് 1,760. വെള്ളിക്കും തീവില. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ സംസ്ഥാനത്തെ SIR കരട് വോട്ടർ പട്ടിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. 24.08 ലക്ഷം പേർ പട്ടികയിൽ നിന്ന് പുറത്തായി. 91.35% പേരുടെ ഫോം പൂരിപ്പിച്ച് ലഭിച്ചു. 8.65% അഥവാ 24,80,503 എണ്ണം തിരികെ കിട്ടാനുണ്ട്. 64,985 പേർ മരിച്ചു. 64,50,50,48 പേരെ കണ്ടെത്താനുണ്ട്. 2026 കരട് വോട്ടർ പട്ടിക ഡ്രാഫ്റ്റ് റോൾ ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ വെബ്സൈറ്റിൽ നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ വോട്ടർ പട്ടിക ജില്ലാ തലത്തിലെ ജില്ലാ കളക്ടർമാരുടെ മീറ്റിങ്ങിലെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനും ഇതിൻ്റെ ഒരു ഹാർഡ് കോപ്പി കൈമാറിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ ERO-യുടെ തലത്തിലും ഈ വോട്ടർ പട്ടിക അസംബ്ലി വൈസ് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിന് കൈമാറാൻ വേണ്ടിയിട്ടുള്ള നടപടി ഇലക്ഷൻ കമ്മീഷന് സ്വീകരിച്ചിട്ടുണ്ട്. വിവിയുടെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അവിടെ ഏറെ പ്രത്യേകതകളുണ്ട്. ഇത് ആദ്യമായി നടപ്പാക്കുന്ന SIR സംവിധാനത്തിൻ്റെ പട്ടികയാണ്. പരാതികൾ ഇനി 1 മാസത്തിന് കൂടെ സ്വീകരിക്കാം അല്ലേ? രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം ഈ പട്ടിക കൈമാറിയോ? രാഷ്ട്രീയ പാർട്ടികൾക്ക് പട്ടിക കൈമാറിയിരിക്കുന്നു. സംസ്ഥാനത്ത് SIR-ന്റെ അടിസ്ഥാനത്തിലുള്ള കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. വലിയ ആശങ്കയോടുകൂടിയാണ് സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾ BJP ഒഴികെയുള്ളവ
ഇതിനെ സ്വീകരിച്ചത്. എങ്ങനെയാണ് ഈ വോട്ടർ പട്ടിക സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കാൻ പോകുന്ന ആശങ്ക ഇപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. കാരണം 24 ലക്ഷത്തിലേറെ പേർ ഇപ്പോഴും പട്ടികയ്ക്ക് പുറത്താണ്. നേരത്തെ ഉണ്ടായിരുന്ന 24 ലക്ഷത്തിലേറെ പേർ, കൃത്യമായി പറഞ്ഞ 24,08,503 പേരെ കണ്ടെത്താനില്ല എന്നുള്ളതാണ് ഈ പട്ടികയിൽ പറയുന്നത്. അവരുടെ പ്രത്യേക പട്ടികയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ മരണമടഞ്ഞ 6 ലക്ഷത്തിലധികം ആളുകൾ മരണമടഞ്ഞു പോയവരാണ്. ചിലർ സ്ഥലം മാറിപ്പോയവരാണ്, വീട് മാറിപ്പോയവരാണ്. അങ്ങനെ കണ്ടെത്താത്തവരാണ് 24 ലക്ഷം എന്ന ആകെ ആ പട്ടികയിൽ ഉള്ളത്. ഇത്രയും പേർക്ക് വോട്ടവകാശം നിഷേധിക്കപ്പെടുന്നു. അത് മരണമടഞ്ഞവരുടെ എണ്ണം സ്വാഭാവികമായും അത് കുറയ്ക്കേണ്ടതാണ്. 6 ലക്ഷത്തിൽ പരം അവരെ കുറച്ചാൽ പോലും ഈ 18 ലക്ഷത്തോളം ആളുകൾ വോട്ടർ പട്ടികയിൽ നേരത്തെ പേരുണ്ടായിരിക്കുകയും പിന്നീട് ഇല്ലാതെ പോവുകയും ചെയ്ത ആളുകളുടെ പട്ടികയിൽപ്പെടുന്നവരാണ്. 2,78,50,855 പേരാണ് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾക്ക് മുമ്പ് സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നവർ. അവരിൽ നിന്നാണ് ഇത്രയും അധികം പേർ ഒഴിവായിരിക്കുന്നത്. സ്വാഭാവികമായും സ്ഥലം മാറിപ്പോയവരും മനഃപൂർവ്വം വോട്ട് ചേർക്കാത്ത ആളുകളും ഒക്കെ ഒരു ചെറിയ ശതമാനം ഉണ്ടായേക്കാം. പക്ഷേ ഈ 24 ലക്ഷം എന്നത് വലിയ കണക്കാണ്. അതാണ് സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളെ ആശങ്കയിലാക്കുന്നത്. ഓരോ ജില്ലകളുടെ കണക്ക് നോക്കുമ്പോൾ നമ്മൾ ആ രീതിയിൽ വലിയ തരത്തിലുള്ള ആളുകളുടെ കുറവുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ കണക്ക് മാത്രം എടുത്താൽ 4,07,665 പേരെ പട്ടികയിൽ ഉൾപ്പെടുത്താനായിട്ടില്ല. അതിൽ 92,279 പേരാണ് മരണമടഞ്ഞത്. സ്ഥലത്തില്ലാത്ത 1,54,049 പേരുണ്ട്. സ്ഥിരമായ താമസമായ 97,415 പേരുണ്ട്. ഇരട്ടപ്പുള്ള പേരുകൾ 17,681 ഉണ്ട്. അങ്ങനെ പല കാരണങ്ങളാൽ ബിലോ കണ്ടെത്താത്ത 46,241 പേർ വേറെയുമുണ്ട്. ഇങ്ങനെയാണ് തിരുവനന്തപുരം ജില്ലയിലെ മാത്രം കണക്ക്. അതായത് ഈ ഏതായാലും ഒരു 10-15 ലക്ഷത്തിന് മുകളിലെങ്കിലും വോട്ടർമാർ പല കാരണങ്ങൾ കൊണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. മരണമടഞ്ഞവരും മറ്റു കണക്കുകളുമൊക്കെ മാറ്റി നിർത്തിയാൽ പോലും ഇത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ് എന്നാണ് സംസ്ഥാനത്തെ BJP രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട്. ബീഹാറിലും മറ്റും സംഭവിച്ചതിന് സമാനമായ വിഷയം കേരളത്തിലുമുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ ഇടപെടുകയും ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഈ ഒഴിവാക്കപ്പെട്ടവരുടെ കൂടി കൂട്ടിച്ചേർക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതായത് 1 മാസം പേര് ചേർക്കാം. പുതുതായി പേര് ചേർക്കുന്നവർക്ക് ഉൾപ്പെടെ 1 മാസത്തോളം സമയമുണ്ട്. ഈ പട്ടികയിൽ കരട് പട്ടികയിൽ പരാതിയുള്ളവർക്ക് പരാതികൾ സമർപ്പിക്കുകയും ചെയ്യാം. എത്രത്തോളം അതിൽ ഫലമുണ്ടാകുമെന്ന് കണ്ടറിയണം. ഏതായാലും ഫെബ്രുവരി 21 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. അതിന് മുന്നോടിയായാണ് ഇപ്പോൾ കരട് പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇനിയുള്ള 1 മാസം, ഏതാണ്ട് 1 മാസത്തിലേറെ ഈ പട്ടികയിൽ പേര് ചേർക്കാനും കൂട്ടിച്ചേർക്കലുകൾക്കും പരാതികൾക്കുമൊക്കെ അവസരമുണ്ട്. എങ്കിലും ഏതാണ്ട് 15 ലക്ഷത്തോളം പേരെങ്കിലും ചുരുങ്ങിയത് ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാകും. അത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ് സംസ്ഥാനത്തെ BJP രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട്. കള്ളവോട്ട് സ്വാഭാവികമായി ഇരട്ട വോട്ടൊക്കെ തടയപ്പെടുന്നു എന്നത് ഒരു വസ്തുതയാണ്. അപ്പോഴും നിസ്സാര കാരണങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ സാങ്കേതിക പ്രശ്നങ്ങളുടെ പേരിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വോട്ടവകാശം നിഷേധിക്കപ്പെടുമെന്ന ആശങ്കയാണ് രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്നത്. VV അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്ക് പോകുമ്പോൾ കൊച്ചി മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ട ദീപ്തി മേരി വർഗീസിനെ വെട്ടാൻ നീക്കം. VK മിനിമോളും ഷൈനി മാത്യുവും മേയർ സ്ഥാനം പങ്കിടും. ആദ്യ 2.5 വർഷം VK മിനിമോൾക്ക് മേയർ സ്ഥാനം കിട്ടും. 2ാം ടൈമിൽ ഷൈനി മാത്യുവിനെ മേയറാക്കും. KPCC പ്രസിഡന്റിന് ദീപ്തി മേരി വർഗീസ് പരാതിയും നൽകി. എന്നാൽ പരാതിയെക്കുറിച്ച് അറിയില്ലെന്ന് DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ദീപക് ജോയി, KV കൃഷ്ണകുമാർ എന്നിവർ 2 ടേമുകളിലായി ഡെപ്യൂട്ടി മേയർ സ്ഥാനവും പങ്കിടുമെന്ന് ധാരണയായിട്ടുണ്ട്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, ദീപ്തിയുടെ പേരായിരുന്നു പ്രഥമ പരിഗണനയിൽ എന്നാണ് വാർത്തകൾ വന്നത്. ഇപ്പോൾ എന്തൊക്കെയാണ് ദീപ്തിക്ക് വിനയായത്? KPCC മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടല്ല തീരുമാനമെന്ന് പരാതിയുണ്ട് KPCCക്ക് ദീപ്തി മേരി വർഗീസിൻ്റെ. അതായത് ദീപ്തി മേരി വർഗീസ് ആയിരുന്നു ആദ്യഘട്ടം മുതൽ തന്നെ മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ പറഞ്ഞു കേട്ടിരുന്നത്. DCC തന്നെ തീരുമാനിച്ചിരുന്ന 3 സ്ഥാനാർത്ഥികൾ, അതായത് വനിതാ മേയറാണ്, വനിതാ സംവരണമാണ് ഇത്തവണ മേയർ സ്ഥാനത്തേക്കുള്ളത്. അതുകൊണ്ട് തന്നെ 3 സ്ഥാനാർത്ഥികളെ, ഒന്ന് ദീപ്തി മേരി വർഗീസ്, മറ്റൊന്ന് VK മിനിമോൾ, മറ്റൊന്ന് ഷൈനി മാത്യു, അതായത് ഫോർട്ട് കൊച്ചിയിൽ നിന്നുള്ള ഷൈനി മാത്യു, ഈ 3 പേരെയായിരുന്നു മേയർ സ്ഥാനാർത്ഥികളായി പരിഗണിച്ചിരുന്നത്. അതേസമയം ഈ 3 പേരും ഒന്നിച്ച് ജയിച്ചു വന്നത് അല്പം ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് DCCക്ക്. ഇത് കഴിഞ്ഞ, അതായത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ
ഫലം വന്ന ദിവസം മുതൽ ഈ മേയർ സ്ഥാനാർത്ഥി ചർച്ചയായത് തന്നെയാണ്. അപ്പോഴൊക്കെയും പ്രതീക്ഷ ഉണ്ടായിരുന്ന ദീപ്തി മേരി വർഗീസ്, അതായത് KPCC ജനറൽ സെക്രട്ടറിയാണ് ദീപ്തി മേരി വർഗീസ്, ആ ഒരു സ്ഥാനം വഹിക്കുന്ന ഒരു മുതിർന്ന നേതാവ് എന്നുള്ള നിലയിൽ കൂടുതൽ പരിഗണന അവർക്ക് ലഭിക്കും എന്നുള്ള ഒരു ധാരണയുണ്ടായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു ചർച്ചകൾ പോയിരുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇത് ഗ്രൂപ്പുകൾ ഒന്നിച്ചവരെ വെട്ടി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള ആരോപണങ്ങൾ ശക്തമാണ്. KPCC മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഈ തീരുമാനമെടുത്തത് എന്നുള്ളതാണ് ദീപ്തി മേരി വർഗീസ്. DCC മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഈ തീരുമാനമെടുത്തതെന്നാണ് KPCCക്ക് പരാതി നൽകിയിരിക്കുന്നത്. അങ്ങനെയാണ്. അതേസമയം VK മിനിമോൾ പാലാരിവട്ടം ഡിവിഷനിൽ നിന്നാണ് ജയിച്ചത്. കഴിഞ്ഞ തവണയും അവർ കൗൺസിലറായിരുന്നു. വലിയ ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് VK മിനിമോൾ ജയിച്ചിട്ടുള്ളതും. VK മിനിമോൾ തന്നെയാണ് ഇപ്പോൾ മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക. അതുപോലെ തന്നെ ആദ്യ ടൈം രണ്ട് ടൈമായിട്ടാണ് ആദ്യത്തെ 2.5 വർഷം VK മിനിമോളും രണ്ടാമത്തെ ടൈമിൽ ഷൈനി മാത്യുവുമാണ്, ഫോർട്ട് കൊച്ചിയിൽ നിന്നുള്ള ഷൈനി മാത്യുവുമാണ് മേയർ ആവുക. അത് ആദ്യ ടൈമിൽ VK മിനിമോൾ ആയിരിക്കും മേയർ. അതിനുശേഷം ദീപക് ജോയ് അതുപോലെ KVP കൃഷ്ണകുമാർ, ഈ രണ്ടുപേരും ഈ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് വരും. അതും ഈ 2 ടൈം തന്നെ പാലിച്ചിട്ടാണ്. എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ്, അല്ലെങ്കിൽ എല്ലാവരെയും പരിഗണിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ 2 ടൈം വീതം ഈ മേയർ സ്ഥാനം 2.5 വർഷത്തേക്ക് എന്നുള്ള കാര്യം വിഭജിച്ച് നൽകുന്നത് എന്നുള്ളതാണ് DCC പ്രസിഡന്റ് അല്പം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അങ്ങനെയാണ്. അതേസമയം ദീപ്തി മേരി വർഗീസിൻ്റെ പരാതിയെക്കുറിച്ച് അറിയില്ല, അങ്ങനെ പരാതി നൽകിയതായി അറിയില്ല എന്നുമാണ് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എങ്ങനെയാണ്. എന്തായാലും ഈ കാത്തിരിപ്പിന് ഒടുവിൽ കുറച്ച് നാളായി ഈ ഒരു അനിശ്ചിതത്വം തുടരുന്നുണ്ടായിരുന്നു. ആരാകും മേയർ എന്നുള്ള കാര്യത്തിൽ. അതേസമയം ഇന്ന് ദീപ്തി മേരി വർഗീസിനുള്ള സാധ്യത മങ്ങി എന്നുള്ള കാര്യം അല്പം മുൻപാണ് അത്തരം വാർത്തകൾ അല്പം മുമ്പാണ് പുറത്തു വന്നത്. എന്തായാലും ദീപ്തി മേരി വർഗീസ് KPCC ജനറൽ സെക്രട്ടറി സ്ഥാനത്തുള്ള ആൾ, അവർ പാർട്ടിയിലെ മുതിർന്ന നേതാവ് എന്നുള്ള നിലയിൽ അവരെ കൂടുതൽ പരിഗണിക്കുമെന്നായിരുന്നു കരുതിയിരുന്നത്. അങ്ങനെയാണ്. അതേസമയം അത് ഇല്ല എന്നുള്ള കാര്യത്തിൽ വ്യക്തതയായി. ഇപ്പോൾ മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് VK മിനിമോളാണ് കൊച്ചി മേയർ സ്ഥാനാർത്ഥിയാവുക. അതുപോലെ തന്നെ ദീപക് ജോയ് ആദ്യ ടൈമിൽ കൊച്ചി ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയാകും. KVP കൃഷ്ണകുമാർ 2ാം ടൈമിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയാകും, അതുപോലെ ഡെപ്യൂട്ടി മേയറാകും. അതുപോലെ ഷൈനി മാത്യു ഫോർട്ട് കൊച്ചിയിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയാണ് ഷൈനി മാത്യു 2nd ടൈമിൽ കൊച്ചിയുടെ മേയറാകും. അങ്ങനെ ഈ 5 വർഷത്തിനുള്ളിൽ 2 മേയർമാരാണ് കൊച്ചിക്കുള്ളത്, അതുപോലെ 2 ഡെപ്യൂട്ടി മേയർമാരുമാണ് കൊച്ചിക്കുള്ളത്. എന്തായാലും ഈ ഒരു അനിശ്ചിതത്വത്തിന് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നപ്പോൾ മുതൽ ഈ ഒരു ആശങ്ക, പ്രത്യേകിച്ച് ഈ 3 വനിതാ സ്ഥാനാർത്ഥികളും ജയിച്ചു വന്നൊരു സാഹചര്യത്തിൽ ഈ ഒരു ആശങ്ക നിലനിന്നതാണ്. അതിനാണ് ഇപ്പോൾ വിരാമമാകുന്നത്. എന്തായാലും DCCയുടെ വാർത്താക്കുറിപ്പ് വന്നിട്ടുണ്ട്. ആജ്ഞ അതിൽ ഇക്കാര്യം വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. 2 ടേമായി കൊച്ചിയിൽ മേയർ സ്ഥാനം പങ്കിടും. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊച്ചി നഗരസഭയിൽ അധ്യക്ഷ ഉപാധ്യക്ഷ പദവികളിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിനിധികളായി 4 പേരെ പരിഗണിക്കാൻ തീരുമാനിച്ചു. ആദ്യ ടൈമിൽ 2.5 വർഷം മേയറായി ശ്രീമതി VK മിനിമോൾ ജോയി, ഡെപ്യൂട്ടി മേയറായി ശ്രീ ദീപക് ജോയി. രണ്ടാമത്തെ ടൈമിൽ 2.5 വർഷം മേയറായി ശ്രീമതി ഷൈനി മാത്യു, ഡെപ്യൂട്ടി മേയറായി ശ്രീ VP കൃഷ്ണകുമാർ. DCC അധ്യക്ഷൻ ശ്രീ മുഹമ്മദ് ഷിയാസാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. മറ്റു വാർത്തയിലേക്ക് പോകണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ തിരിച്ചുള്ള കണക്കുകൾ പുറത്തു വന്നപ്പോൾ ഏറ്റവും അധികം വോട്ടുകൾ സമാഹരിച്ചത് കോൺഗ്രസ്. 29.17% വോട്ടുകളാണ് കോൺഗ്രസിന് കിട്ടിയത്. CPMന് ലഭിച്ചത് 27.16%. വൻ അവകാശവാദങ്ങൾ ഉന്നയിച്ച BJPക്ക് 14.76% വോട്ടുകൾ മാത്രമേ നേടാൻ കഴിഞ്ഞു. UDF വലിയ രാഷ്ട്രീയ മുന്നേറ്റമുണ്ടാക്കിയ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് കണക്കുകളിലും ആ മുന്നേറ്റം അതേപടി പ്രകടമാണ്. പാർട്ടികളുടെ വോട്ട് ശതമാനം ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിടുമ്പോൾ കണക്കനുസരിച്ച് കോൺഗ്രസാണ് സംസ്ഥാനത്തെ ഏറ്റവും അധികം വോട്ടുകൾ നേടിയ രാഷ്ട്രീയ പാർട്ടി. സംസ്ഥാനത്ത് കോൺഗ്രസ് 29.17% വോട്ടുകളാണ് സമാഹരിച്ചിരിക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് CPM ആണ് രണ്ടാമത് ഏറ്റവും അധികം വോട്ടുകൾ നേടിയിരിക്കുന്നത്. 27.16% വോട്ടുകളാണ് CPM നേടിയിരിക്കുന്നത്. ഇരു പാർട്ടികളും തമ്മിൽ വോട്ട് ശതമാനത്തിലെ വ്യത്യാസം ഏകദേശം 2% മാത്രമേ വരുന്നുള്ളൂ. മൂന്നാം സ്ഥാനത്ത് BJP ആണ് സംസ്ഥാനത്ത് ഏറ്റവും അധികം വോട്ട് സമാഹരിച്ച ഏറ്റവും വലിയ പാർട്ടി.
BJP 14.5% വോട്ടുകളാണ് സമാഹരിച്ചിരിക്കുന്നത്. നാലാമത് വരുന്നതാവട്ടെ മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗാണ് വോട്ടുകൾ 4ാം സ്ഥാനത്ത് ഏറ്റവും അധികം സമാഹരിച്ച പാർട്ടി. മുസ്ലിം ലീഗ് 9.77% വോട്ടുകളാണ് സംസ്ഥാനത്ത് നിന്നും നേടിയിരിക്കുന്നത്. പിന്നീട് അടുത്ത ഘട്ടത്തിലേക്ക് മാത്രമേ പിന്നീട് CPI അടക്കമുള്ള കക്ഷികൾക്ക് സ്ഥാനമുള്ളൂ. CPI 5.58% വോട്ടുകൾ സംസ്ഥാനത്ത് നിന്നും നേടിയിട്ടുണ്ട്. അടുത്തത് കേരള കോൺഗ്രസ് എം ആണ്. കേരള കോൺഗ്രസ് എമ്മിന് 1.62% മാത്രമാണ് വോട്ടുകൾ ലഭിച്ചിരിക്കുന്നത്. അതേസമയം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 1.33% വോട്ടുകളാണ്. 1% അതിന് മുകളിലോ വോട്ടുകൾ നേടിയ പാർട്ടികളുടെ എണ്ണമാണ് നമ്മൾ സൂചിപ്പിച്ചത്. അതിനപ്പുറം മറ്റു പാർട്ടികളൊന്നും 1% മുകളിൽ വോട്ടുകൾ നേടിയിട്ടില്ല എന്നതാണ് സാഹചര്യം. UDFിൻ്റെ മുന്നണി സംവിധാനത്തേക്ക് വരുമ്പോൾ 41%, 41.15% വോട്ടുകളാണ് മുന്നണി എന്ന രീതിയിൽ UDFിന് നേടാനായിട്ടുള്ളത്. അതേസമയം ഇടതു മുന്നണിക്ക് LDFിന് 36.25% വോട്ടുകളാണ് നേടാനായിട്ടുള്ളത് എന്നതാണ് സാഹചര്യം. BJP NDA മുന്നണിയിൽ BJP മാത്രമാണ് വോട്ടുകൾ സമാഹരിച്ചത്. BJPക്ക് 14.5% വോട്ടുകളാണ് നേടാനായത്. മുന്നണിയുടെ മൊത്തം വോട്ടുകൾ നോക്കുമ്പോൾ 15.2% മാത്രമാണ് വോട്ടുകൾ NDAക്ക് നേടാനായത്. BJPക്ക് വലിയ മുന്നേറ്റം നടത്താനായിട്ടില്ല എന്നതാണ് സാഹചര്യം. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ പിന്നോട്ടുപോക്ക് BJPക്കും ഉണ്ടായിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായുള്ള താരതമ്യ കണക്കുകളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ UDFിന് കഴിഞ്ഞ ലോക്സഭയിൽ നേടിയ വോട്ട് നില തദ്ദേശത്തിൽ നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സാഹചര്യം. അതേസമയം ഇടതുമുന്നണി CPM കഴിഞ്ഞ തവണത്തെക്കാളും കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ നില അല്പം മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ രണ്ട് തെരഞ്ഞെടുപ്പിലും വ്യത്യസ്തമായ സാഹചര്യമാണ് ഉള്ളത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ഒപ്പം മുസ്ലിം ലീഗിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ നേട്ടം ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFിനകത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് കോൺഗ്രസിൻ്റെ വോട്ട് കുറഞ്ഞപ്പോൾ ഇവിടെ മുസ്ലിം ലീഗിൻ്റെ വോട്ട് കൂടുന്നു എന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. മുസ്ലിം പാർട്ടികളുടെ പ്രകടനം നോക്കുമ്പോൾ മുസ്ലിം ലീഗ് ഒഴികെ മറ്റ് പാർട്ടികളൊന്നും മികച്ച പ്രകടനം നടത്തിയിട്ടില്ല. വെൽഫെയർ പാർട്ടി അടക്കം UDFിനെ പിന്തുണച്ച ഇടങ്ങളിൽ അവർക്കെല്ലാം വളരെ മോശമായ പ്രകടനമാണ് ആ മേഖലകളിൽ ഉണ്ടായിട്ടുള്ളത്. ഇത്തവണ തങ്ങൾക്ക് പാർട്ടി സ്ഥാനാർത്ഥികൾ അതിനേക്കാൾ കൂടുതൽ മുന്നണിക്ക് പിന്തുണ കൊടുത്തു എന്നതുകൊണ്ടാണ് വോട്ടുകൾ കുറഞ്ഞതെന്ന വാദമാണ് അവർ ഉന്നയിക്കുന്നത്. ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുന്ന INL ആവട്ടെ PDP ആവട്ടെ ഒന്നും ഈ മേഖലകളിൽ വലിയ പ്രകടനം നടത്തിയിട്ടില്ല. SDPIയും മോശം പ്രകടനം, താരതമ്യേന മികച്ച പ്രകടനമൊന്നും പലയിടങ്ങളിൽ നടത്തിയിട്ടില്ല എന്നതാണ് ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് കണക്കുകൾ പുറത്തു വരുമ്പോഴുള്ള സാഹചര്യം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സമാഹരിച്ച വോട്ട് വിഹിതത്തിൻ്റെ കൂട്ടിക്കിഴിക്കലുകൾ മുൻനിർത്തിയാവും രാഷ്ട്രീയ പാർട്ടികൾ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക. UDF അസോസിയേറ്റ് അംഗമാക്കിയതോടെ PV അൻവറിന് ഏതു സീറ്റ് എന്ന ചർച്ചകളും സജീവം. മലപ്പുറം ജില്ലയിൽ നിന്നാണെങ്കിൽ തവനൂരോ കോഴിക്കോടെങ്കിൽ ബേപ്പൂർ മണ്ഡലമോ നൽകാനാണ് സാധ്യത. അൻവറിനെ ബേപ്പൂരിലേക്ക് സ്വാഗതം ചെയ്തുള്ള ഫ്ലക്സ് ബോർഡുകളും ഉയർന്നിട്ടുണ്ട്. ഏത് മണ്ഡലത്തിലും മത്സരിക്കാൻ തയ്യാറെന്ന നിലപാടിലാണ് നിലവിൽ PV അൻവർ. നിരുപാധിക പിന്തുണയോടെയാണ് UDFിൻ്റെ അസോസിയേറ്റ് അംഗമായി PV അൻവറിനെ എടുത്തിട്ടുള്ളെങ്കിലും PV അൻവറിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ UDFിന് സീറ്റ് നൽകേണ്ടി വരും. തവനൂരും ബേപ്പൂരുമാണ് പ്രധാനമായിട്ടും പരിഗണിക്കപ്പെടുന്ന രണ്ട് മണ്ഡലങ്ങൾ, അല്ലെങ്കിൽ സാധ്യതയുള്ള രണ്ട് മണ്ഡലങ്ങൾ. തവനൂർ മലപ്പുറം ജില്ലയിലാണ്, കോൺഗ്രസിൻ്റെ സീറ്റാണ്. ബേപ്പൂരും കോൺഗ്രസിൻ്റെ സീറ്റാണ്, അത് കോഴിക്കോട് മണ്ഡലത്തിലാണ്, കോഴിക്കോട് ജില്ലയിലാണുള്ളത്. ഇവിടെ തവനൂരിലേക്ക് വരികയാണെങ്കിൽ തവനൂർ നമുക്കറിയാം കാലങ്ങളായിട്ട് ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണ്. KT ജലീൽ തുടർച്ചയായി 3 തവണ വിജയിച്ചു വന്ന സീറ്റാണ്. ജലീലിനെ സംബന്ധിച്ച് അവിടെ വലിയ ആത്മവിശ്വാസമുണ്ട്. ജലീൽ തന്നെ വീണ്ടും മത്സരിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ജലീൽ അവിടെ വിജയിച്ചു പോരുന്നത് ഇടതുപക്ഷത്തിൻ്റെ മാത്രം വോട്ട് കൊണ്ടല്ല. അദ്ദേഹം സ്വതന്ത്രമായി മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് കോൺഗ്രസിൽ നിന്നും ലീഗിൽ നിന്നും BJPയിൽ നിന്നൊക്കെ വോട്ട് ലഭിക്കുന്നുണ്ട്. ഈ ഒരു കാര്യമാണ് അവിടെ UDFിന് തടസ്സമാകുന്നത്. ഇതിനെ മറികടക്കാൻ കഴിഞ്ഞ തവണ ഫിറോസ് കുന്നുമർമനെ കൊണ്ടുവന്ന് സ്വതന്ത്രനായി കൈപ്പത്ത് ചിഹ്നത്തിൽ കോൺഗ്രസ് മത്സരിപ്പിച്ചു. പക്ഷേ എന്നിട്ടും അവിടെ വിജയം കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ഒരു സാഹചര്യത്തിലാണ് ലീഗിൻ്റെ താല്പര്യത്തോടെ PV അൻവറിനെ ഒരു പക്ഷേ തവനൂരിൽ മത്സരിപ്പിക്കാനുള്ള സാധ്യതകൾ തെളിയുന്നത്. PV അൻവറാണെങ്കിൽ ലീഗിൽ നിന്നും കോൺഗ്രസിൽ നിന്നും വോട്ട് ചോരില്ല എന്നൊരു കണക്കുകൂട്ടലുണ്ട്. പ്രത്യേകിച്ച് ലീഗ് അണികൾക്ക് അൻവറിനോട് വലിയ താല്പര്യമായതുകൊണ്ടും അല്ലെങ്കിൽ അൻവറിന് വേണ്ടി അവർ നിൽക്കുമെന്നുള്ള പ്രതീക്ഷ ഉള്ളതുകൊണ്ടും സ്വാഭാവികമായിട്ടും വോട്ട് ചോർച്ച ഉണ്ടാകില്ലെന്നും പഴയ സഹപ്രവർത്തകനെ ജലീലിനെ അൻവറിനെ തോൽപ്പിക്കാനാകുമെന്നൊരു പ്രതീക്ഷയാണ് UDFിനുള്ളത്. പക്ഷേ അവിടെ ജലീൽ നിലവിൽ തന്നെ കോൺഗ്രസിൽ ഒരുപാട് പേർ ആ തവനൂർ സീറ്റിന് വേണ്ടി മത്സരരംഗത്തുണ്ട്. ജലീൽ മത്സരിക്കുന്നില്ലാത്ത ഒരു സാഹചര്യം വരികയാണെങ്കിൽ കോൺഗ്രസിൽ ആ സീറ്റിന് വേണ്ടിയുള്ള മത്സരം കുറേ കൂടി കൂടുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ മലപ്പുറത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ലീഗിൻ്റെ സമ്മർദ്ദം മറികടന്ന്
ജലീൽ മത്സരിക്കുന്നില്ലെങ്കിൽ അവിടെ മറ്റേതെങ്കിലും നേതാവിനെ മത്സരിപ്പിക്കേണ്ടി വരും. അപ്പോൾ അൻവറിന് സീറ്റ് നൽകാൻ കഴിയില്ല. അതൊരു മറ്റൊരു വസ്തുത. ഇനി ബേപ്പൂരിലേക്ക് വരികയാണെങ്കിൽ മുഹമ്മദ് റിയാസിനെതിരെ PV അൻവർ മത്സരിക്കുന്നു എന്ന വലിയൊരു രാഷ്ട്രീയ പോരാട്ടമാകും അവിടെ ഉണ്ടാവുക. നിലവിൽ ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച കോട്ടയായിട്ടാണ് ബേപ്പൂരും കണക്കാക്കപ്പെടുന്നത്. കഴിഞ്ഞ 28,000-ത്തിലധികം വോട്ടുകൾക്കാണ് അവിടെ റിയാസ് ജയിച്ചു കയറിയത്. അൻവറിൻ്റെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം തന്നെ പിണറായി വിജയനും മരുമോനത്തിനെതിരുമായിട്ടുള്ള പോരാട്ടമാണ് താൻ നടത്തുന്നത് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് റിയാസിൻ്റെ മണ്ഡലത്തിൽ അദ്ദേഹത്തിനെതിരെ അൻവർ മത്സരിക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. നിലവിൽ തന്നെ അൻവർ UDFൻ്റെ ഭാഗമായപ്പോൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ബേപ്പൂരിൽ ഫ്ലക്സുകൾ വരെ ഉയർന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അൻവർ ബേപ്പൂരിൽ മത്സരിക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും ഒരു രാഷ്ട്രീയ പോരാട്ടമായിരിക്കും അവിടെ ഉണ്ടാവുക. പക്ഷേ UDFനെ സംബന്ധിച്ച് തവനൂരിൻ്റെ അത്ര പ്രതീക്ഷ ബേപ്പൂരിലില്ല നിലവിൽ എന്നൊരു വസ്തുതയാണ്. കാരണം അതൊരു ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച കോട്ടയായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത്. അവിടുത്തെ ഭൂരിപക്ഷത്തിൻ്റെ കണക്കൊക്കെ അത്രമാത്രം വലുതുമാണ്. പക്ഷേ മാറിയ സാഹചര്യത്തിൽ അൻവറിനെ പോലെ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവിടെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നതാണ് കണക്കാക്കുന്നത്. മലപ്പുറത്തെ കോൺഗ്രസിലാണെങ്കിൽ അൻവറിന് മലപ്പുറം ജില്ലയിൽ സീറ്റ് നൽകുക എന്ന തലവേദന അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം ഒഴിവാവുകയും ചെയ്യും. അദ്ദേഹം ബേപ്പൂരിലാണ് മത്സരിക്കുന്നത്. ഇനി ഇത് രണ്ടുമല്ല, അദ്ദേഹം തിരുവമ്പാടിയോ മറ്റേതെങ്കിലും സീറ്റുകൾ മത്സരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. എന്നിരുന്നാൽ തന്നെയും തവനൂരും ബേപ്പൂരും തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ 2 സീറ്റുകളാണ് പ്രധാനമായിട്ടും അൻവർ മത്സരിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളായി കണക്കാക്കപ്പെടുന്നത്. പക്ഷേ ഇതൊക്കെ തന്നെ മാസങ്ങൾക്കുള്ളിൽ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിൽ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും തീരുമാനങ്ങൾ വരേണ്ടതുണ്ട്. നിരുപാധിക പിന്തുണയാണ് താൻ നൽകിയിട്ടുള്ളതും തനിക്ക് സീറ്റ് തന്നാൽ മത്സരിക്കും അല്ലെങ്കിൽ പ്രവർത്തിക്കുമെന്നാണ് അൻവർ പറയുന്നത്. പക്ഷേ അൻവർ എവിടെ മത്സരിക്കും എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്ന ചോദ്യം. മലപ്പുറത്ത് നിന്നും CB അനുമോദ്, ന്യൂസ് 18. UDFന്റെ അസോസിയേറ്റ് അംഗമാക്കിയത് ചോദിക്കാതെ എന്ന് ആവർത്തിച്ച് കാമരാജ് കോൺഗ്രസ് നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖർ. മുന്നണി സഹകരണം സംസാരിച്ച കാര്യം നിഷേധിക്കുന്നില്ല. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായിരുന്നു. തെരഞ്ഞെടുപ്പിൽ NDAയ്ക്കൊപ്പം നിന്നതോടെ ആ ആലോചനയുടെ പ്രസക്തി തീർന്നതായും വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറഞ്ഞു. അല്ല, ഇന്നലെ അങ്ങനെ ഒന്നും സംസാരിച്ചില്ലല്ലോ. അതിന് മുമ്പ് ഞാൻ സംസാരിച്ചെന്ന് പറഞ്ഞല്ലോ. അല്ലാതെ VD സതീശ് അദ്ദേഹം പറയണല്ലോ 7:41 അങ്ങനെ 2 കാള് പേരും പറയണമല്ലോ. ആ കാള് ഞാൻ കാണിച്ചാൽ 2ഉം എടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് സംസാരിച്ചെന്ന് പറയണതിൽ അർത്ഥമില്ല. ഒരു വിവാദത്തിനൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, അവർ എന്നെ ഇങ്ങോട്ട് സമീപിച്ചല്ല, ഞാനാണ് അങ്ങോട്ട് അവരെ സമീപിച്ചത്. എല്ലാവരെയും കണ്ടതും സംസാരിച്ചതും സത്യം തന്നെ. അതിൽ 7:45 8:41 അങ്ങനെ ഒരു ഇത് പറയുന്നുണ്ട്. ആ 2 കാലം ഞാൻ ഇപ്പോൾ തന്നെ കാണിച്ചു തരാം. അതിൽ എന്ത് സൗണ്ടാണ് കേൾക്കണതെന്ന്. എൻ്റെ കൂടെ അങ്ങനെ സംസാരിച്ചിട്ടില്ല. 4 മാസങ്ങൾക്ക് മുമ്പേ നമ്മൾ എടുത്ത തീരുമാനം സംസാരിച്ചു. അവരുടെയൊക്കെ എല്ലാം സംസാരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പഞ്ചായത്ത് ഇലക്ഷൻ വന്നല്ലോ, അതവിടെ തീർന്നു. പഞ്ചായത്ത് ഇലക്ഷന് ഞങ്ങൾ കൃത്യമായിട്ട് എല്ലാം കേരളം ഒട്ടൊക്കെ മത്സരിച്ചു. അതിനുശേഷം പിന്നെ പഴയ കാര്യം പറയണ്ടല്ലോ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹമില്ലെന്ന് ആവർത്തിച്ച് K. മുരളീധരൻ. ഗുരുവായൂരിൽ മത്സരിക്കുമെന്ന വാർത്ത മുരളീധരൻ തള്ളി. താൻ ഗുരുവായൂരപ്പന്റെ ഭക്തനാണ്. എന്നാൽ ഗുരുവായൂരിൽ മത്സരിക്കുന്നതിനെക്കുറിച്ച് പാർട്ടിയിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല. പ്രചാരണത്തിന് നേതൃത്വം കൊടുക്കാനാണ് താല്പര്യമെന്നും തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്നും K. മുരളീധരൻ പറഞ്ഞു. ഞാനിപ്പോൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പാർട്ടി പ്രവർത്തനങ്ങൾക്ക് ഇവരെയൊക്കെ സഹായിക്കാൻ DCC പ്രസിഡൻറ്റും KPC ഭാരവാഹികളൊക്കെ ഇവരെയൊക്കെ സഹായിക്കേണ്ട ചുമതലയാണ് എനിക്ക്. ഞാനൊരു ഗുരുവായൂരപ്പ ഭക്തനാണ്, അത് മാത്രമേ. ഇതൊന്നും പാർട്ടിയിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല. മുന്നണി ചർച്ചകളൊക്കെ ജനുവരി ആദ്യ വാരത്തിൽ ആരംഭിച്ച് ജനുവരി മധ്യത്തോടുകൂടെ മാത്രമേ പൂർത്തിയാക്കൂ. അതല്ലാതെ ഒരു ചർച്ചയും നടക്കുന്നില്ല. എനിക്ക് ആഗ്രഹം ഈ ഇലക്ഷന് നേതൃത്വം കൊടുക്കാനാണ് എനിക്ക് ആഗ്രഹം. മത്സരിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. ബാക്കിയെല്ലാം പാർട്ടി പറയുന്ന പോലെ അനുസരിക്കും. ഗുരുവായൂരിൽ സീറ്റ് സംബന്ധിച്ച അഭ്യൂഹങ്ങൾ തള്ളി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന ചർച്ചയെ നടന്നിട്ടില്ല. മുസ്ലിം ലീഗുമായുള്ള ഉഭയകക്ഷി ചർച്ച തുടങ്ങുന്നതേ ഉള്ളൂവെന്നും VD സതീശൻ പറഞ്ഞു. അതൊക്കെ വെറുതെ ഉള്ള റൂമേഴ്സാണ്. ഞങ്ങൾ ഉഭയകക്ഷി ചർച്ചകൾ എല്ലാ ഘടകകക്ഷികളുമായി നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ചർച്ച തുടങ്ങിയിട്ടില്ല. അതെങ്കിലും ഞാൻ പറയാറുണ്ട് എപ്പോഴും, അതെങ്കിലും ഞങ്ങളെ കൊണ്ടൊന്ന് നടത്തിക്കില്ല. ഇല്ലെന്ന് അവിടെ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന്. ഞങ്ങൾ ഇന്നലെ UDF യോഗത്തിലാണ് ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ആണ് അതിന് മുൻകൈ എടുക്കുന്നത്. അപ്പോൾ മുസ്ലിം ലീഗുമായിട്ടുള്ള ചർച്ച, കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റ് ഘടകകക്ഷികളായിട്ടുള്ള ചർച്ച ഞങ്ങൾ ആരംഭിക്കുന്നില്ല. എൻ്റെ ഡേറ്റ് പോലും ഞങ്ങൾ ഇന്നും നാളെയൊക്കെ ഫിക്സ് ചെയ്യുള്ളൂ. UDF വിപുലീകരണം നേതാക്കൾക്ക് മുന്നറിയിപ്പുമായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ. വഴിയമ്പലമായി UDFനെ നോക്കിക്കാണാൻ സാധിക്കില്ല. PV അൻവർ കുറച്ചുകൂടി സംയമനം പാലിക്കണം. ഘടകകക്ഷിയായി പ്രവർത്തിക്കുമ്പോൾ ആ രൂപത്തിലുള്ള മാന്യതയോടെ പോകണം. അവസര സേവകന്മാരുടെ അവസാന അഭയകേന്ദ്രമായി UDF മാറരുതെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. PV അൻവറിനെ എല്ലാവർക്കും അറിയാം.
PB അൻവർ തീർച്ചയായിട്ടും കുറച്ചുകൂടി സംയമനം പാലിക്കണം. അദ്ദേഹം കുറച്ചുകൂടി ഒരു അനുസരണയില്ല. ഒരു ഘടകകക്ഷിയായിട്ടൊക്കെ പ്രവർത്തിക്കുമ്പോൾ ആ രൂപത്തിലുള്ള ചില മാന്യതയോടുകൂടി അദ്ദേഹം പോകണമെന്നാണ് എനിക്ക് വിനീതനായിട്ട് പറയാനുള്ളത്. പിന്നെ അദ്ദേഹത്തെ മുന്നണിയിലേക്ക് എടുക്കേണ്ട കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ തവണ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ചർച്ചകൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ഞാൻ എന്തെങ്കിലും പറയാൻ സാധിക്കുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവസര സേവകന്മാരുടെ ഒരവസാനത്തെ അഭയകേന്ദ്രമായിട്ട് ഐക്യജനാധിപത്യ കക്ഷി മാറുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കോഴിക്കോട് നടന്ന കെ കരുണാകരൻ അനുസ്മരണത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് MK രാഘവൻ. കെ കരുണാകരന്റെ സ്മാരകം 15 വർഷമായിട്ടും പൂർത്തിയായിട്ടില്ലെന്നും സ്മാരകം ഇനിയും പൂർത്തിയാക്കാത്തതിൽ നേതൃത്വം ഉത്തരം പറയണമെന്നും MK രാഘവൻ ആവശ്യപ്പെട്ടു. കെട്ടിടം പൂർത്തിയാക്കി ലീഡറുടെ ആത്മാവിനോട് നീതി കാണിക്കണമെന്നും MK രാഘവൻ പറഞ്ഞു. എന്നോട് നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ ഒരു കാര്യം കൂടി സാന്ദർഭികമായി ചൂണ്ടിക്കാണിക്കുക. അദ്ദേഹം വേർപെട്ടിട്ട് 15 വർഷമായി. ബഹുമാനപ്പെട്ട മുല്ലപ്പള്ളിക്കറിയാം, അദ്ദേഹത്തിന്റെ സ്മാരകം ഇനിയും പൂർത്തിയായില്ല എന്ന് പറയേണ്ടി വരുന്നതിൽ ഏറെ ദുഃഖമുള്ള ഒരാളാണ് ഞാൻ. കേരളത്തിലെ കോൺഗ്രസിനെ കെട്ടിപ്പടുത്ത നേതാവിന്റെ സ്മാരകം ഉയരാൻ ഇനിയും സമയമായില്ല എന്നാണ് പലരുടെയും, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഉയർന്നില്ല എന്നതിനെക്കുറിച്ച് നേതൃത്വം ഉത്തരം പറയണം എന്നുള്ളതാണ് വിനയപൂർവമായ എന്റെ അഭിപ്രായം. ഇവിടെ ശ്രീ മുല്ലപ്പള്ളി ലീഡറെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസിനെ കെട്ടിപ്പടുക്കാൻ ഇതുപോലെ ശ്രമിച്ച നേതാവ്, അതാ സൂചിപ്പിച്ച ശൂന്യതയിൽ നിന്നാണ് ഈ പാർട്ടി ഉടക്കാൻ. അങ്ങനെയുള്ള ഒരു നേതാവിന്റെ സ്മാരകം പോലും 15 വർഷമായി ഉയർത്താൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം, ഇത് ആരോട് പറയും? നിങ്ങൾ ആലോചിക്കണം. ഇതിന് സത്യം പറഞ്ഞാൽ കേരളത്തിലെ പാർട്ടി നേതൃത്വം അടിയന്തരമായും ആ കെട്ടിടം പൂർത്തിയാക്കി അദ്ദേഹത്തിന്റെ ആത്മാവിനോട് നീതി കാണിക്കണം എന്നാണ് വിനയപൂർവ്വം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇടവേള. പാലക്കാട് വാളയാറിൽ ഇതര സംസ്ഥാന തൊഴിലാളിയായിരുന്ന രാം നാരായണനെ ആൾക്കൂട്ടം തല്ലിക്കൊന്ന കേസിൽ 2 പേർ കൂടി പോലീസ് പിടിയിൽ. കോൺഗ്രസ് പ്രവർത്തകനായ വിനോദ്, CPM പ്രവർത്തകനായ ജഗദീഷ് എന്നിവരാണ് പോലീസ് പിടിയിലായത്. ഇവരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. 4-ാം പ്രതി ആനന്ദൻ CITU പ്രവർത്തകനാണെന്ന വിവരവും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇതോടെ 15ഓളം പ്രതികൾ കേസിലുണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാം നാരായണന്റെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി. സർക്കാരുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് സമവായമായത്. രാം നാരായണന്റെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ 10 ലക്ഷം രൂപയും ഛത്തീസ്ഗഡ് സർക്കാർ 5 ലക്ഷം രൂപയും ധനസഹായം നൽകും. പാലക്കാട് മർദ്ദനമേറ്റ കരോൾ സംഘത്തിൽപ്പെട്ട കുട്ടികളെ അധിക്ഷേപിച്ച് BJP നേതാവ് C. കൃഷ്ണകുമാർ. CPM ക്രിമിനൽ സംഘമാണ് കരോൾ നടത്തിയതെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു. മനഃപൂർവ്വം സംഘർഷമുണ്ടാക്കാനാണ് പോയത്. കള്ളുകുടിച്ചാണ് കരോൾ നടത്തിയതെന്നും കൃഷ്ണകുമാർ കുറ്റപ്പെടുത്തി. ഞങ്ങളുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. ഈ കരോൾ സംഘം, ബിഷപ്പ് എന്താ പറഞ്ഞത്? കരോൾ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഭക്തിപൂർവ്വം ആത്മീയ ഇതോട് കൂടിയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. എനിക്ക് എൻ്റെ സാമാന്യ വിവരം വെച്ചിട്ട് കരോള് സംഘങ്ങൾ പോവുക, വീടുകളിൽ പോയി പ്രാർത്ഥന നടത്തും, കരോൾ ഗാനം പാടും, അവിടുന്ന് ചെറിയ സംഭാവനകൾ അവർ കൊടുക്കും, അത് വാങ്ങിയിട്ട് വരുന്ന ആൾ. മദ്യപിച്ച് CPIM ഏരിയ കമ്മിറ്റിയുടെ ബാൻഡ് സെറ്റുമായിട്ട് പോകുന്ന ആളുകളെ കരോൾ സംഘമായിട്ടാണോ പറയേണ്ടത്? ഈ കാളാണ്ടി അതിൽ ബിഷപ്പ് പറഞ്ഞല്ലോ, കൃത്യമായി പറഞ്ഞല്ലോ. നിങ്ങൾ അല്ല മദ്യപിച്ചിട്ടെന്ന് ബിഷപ്പ് പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് ആ പോയ സംഘം മദ്യപിച്ചിട്ട് അവിടെ ഞങ്ങളുടെ രതീഷ് എന്നുള്ള പ്രവർത്തകൻ കൊല ചെയ്യപ്പെട്ട സ്ഥലമാണ് കാളാണ്ടിത്തറ. അവിടേക്ക് ബോധപൂർവം സംഘർഷമുണ്ടാക്കാനായിട്ട് CPM ക്രിമിനൽ സംഘം പോയതാ. എവിടെയെങ്കിലും ബാൻഡ് ഇതിൽ CPIM ബാൻഡ് ഉപയോഗിച്ചിട്ട് കരോള് നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പാലക്കാട് കുട്ടികളടങ്ങുന്ന കരോൾ സംഘത്തെ ആക്രമിച്ച സംഭവത്തിൽ അപലപിച്ച് സിറോ മലബാർ സഭ. നടക്കാൻ പാടില്ലാത്തതാണ് നടന്നതെന്നും ഭരണകൂടം നടപടി സ്വീകരിക്കണമെന്നും പാലക്കാട് ബിഷപ്പ് പീറ്റർ കൊച്ചുപുരയ്ക്കൽ ആവശ്യപ്പെട്ടു. ഇന്നലെയാണ് പുതുശ്ശേരി സുരഭി നഗറിൽ വെച്ച് കരോൾ സംഘത്തെ ആക്രമിച്ചത്. സംഭവത്തിൽ RS പ്രവർത്തകനായ കാളാണ്ടിത്തറ സ്വദേശി അശ്വിൻ രാജിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കരോളിന് ഉപയോഗിച്ച ഡ്രമ്മിൽ CPM എന്നെഴുതിയത് ചോദ്യം ചെയ്തപ്പോഴായിരുന്നു ആക്രമണം. ഇത് ഒരു കരോൾ സംഘം ആക്രമിക്കപ്പെട്ടു
എന്ന് പറയുമ്പോൾ വളരെ ഭക്തിനിർഭരമായ രീതിയിൽ, ആത്മീയമായ രീതിയിൽ സംഘടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു സന്ദേശം കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണല്ലോ കരോൾ എന്ന് പറയുന്നത്. അപ്പോൾ അത്രമാത്രം ഒരു ആത്മീയമായ രീതിയിലാണത് പോകേണ്ടത്. മറ്റൊരു തരത്തിലുള്ള സൂചനകളും ഇല്ലാതെ തന്നെയാണ് കരോൾ നടത്തേണ്ടത്. അതങ്ങനെ ഒരു കർമ്മമാണ്. പക്ഷേ ഇതെങ്ങനെയാണ് നടത്തിയത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഏതായാലും ഒരു കരോൾ സംഘത്തെ ആക്രമിക്കുക അല്ലെങ്കിൽ അത് വളരെ അപലപനമാണ്. ഏത് തരത്തിലുള്ള ഒരു ആക്രമണം ആയാലും അത് വെറുതെ വഴി തടഞ്ഞു നിർത്തി ചോദിച്ചു വിട്ടാൽ പോലും അതൊരു അപലപനീയമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ വരാൻ പാടില്ല. കാരണം കരോളിൻ്റെ സന്ദേശം അങ്ങനെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദുരൂഹത വർദ്ധിപ്പിച്ച് വിദേശ വ്യവസായിയുടെ മൊഴി. 4 പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയെന്നാണ് രമേശ് ചെന്നിത്തല സൂചിപ്പിച്ച വ്യവസായിയുടെ വെളിപ്പെടുത്തൽ. വിഗ്രഹങ്ങൾ വാങ്ങിയത് ഡി മണി എന്നറിയപ്പെടുന്ന ചെന്നൈ സ്വദേശിയാണെന്നും ഇടനില വഹിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നുമാണ് മൊഴി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഈ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദ്വാരപാലക ശില്പത്തിലെയും കട്ടിളപ്പാളയിലെയും സ്വർണം മാത്രമല്ല ഇവിടുന്ന് തട്ടിയെടുത്തത്, അതിനൊപ്പം തന്നെ 4 പഞ്ചലോക വിഗ്രഹം ക്ഷേത്രത്തിൽ നിന്നും കൈമാറിയിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തലാണ് ഡി മണി എന്ന വ്യവസായിയുടേത്. ഈ ഒരു വ്യവസായിയെ സംബന്ധിച്ച് ഇതിനു മുൻപ് തന്നെ രമേശ് ചെന്നിത്തല വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ SITക്ക് മുൻപാകെ അദ്ദേഹം മൊഴിയായി നൽകുകയും ചെയ്തിരുന്നു. ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഈ 4 പഞ്ചലോക വിഗ്രഹങ്ങൾ ഈ ഒരു അന്താരാഷ്ട്ര പുരാവസ്തു തട്ടിപ്പ് സംഘം, അതായത് കടത്ത് സംഘവുമായി ബന്ധപ്പെട്ടുള്ളതാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്ന വിവരം. അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇതിന് ഇടനില നിന്നതെന്നും പണം കൈമാറിയത് 2020 ഒക്ടോബർ 26-നാണെന്നടക്കമുള്ള വിശദമായ മൊഴികളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് SIT കൂടുതൽ അന്വേഷണം നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം ഈ ഒരു അന്വേഷണം തുടക്കത്തിൽ തൊട്ട് തന്നെ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സ്വർണ്ണപ്പാളിയും ഈ ഒരു ദ്വാരപാലക ശില്പത്തിൽ അടങ്ങിയിട്ടുള്ള സ്വർണം തട്ടിയെടുത്തു എന്നതിലുപരി എത്രയും ശ്രീകോവിലിന് മുൻപിൽ നിൽക്കുന്ന ഈ ഒരു സ്വർണ്ണപ്പാളിയിൽ നിന്നും സ്വർണം മോഷ്ടിക്കുക എന്ന് പറയുന്നത് മറ്റ് പല ഭാഗങ്ങളിലേക്കും ഈ ഒരു കൊള്ള എത്തിയിട്ടുണ്ടാകാമെന്നുള്ള സൂചന ഹൈക്കോടതി അടക്കം പരാമർശിച്ചിരുന്നു. അത് പ്രതിപക്ഷമടക്കം ഏറ്റെടുത്തിരുന്നു. അത്തരം വിഷയങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ ഒരു വെളിപ്പെടുത്തൽ. ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അന്താരാഷ്ട്ര പുരാവസ്തു കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട വലിയൊരു ശൃംഖല തന്നെ ഈ ഒരു തട്ടിപ്പിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അത് മാത്രമല്ല, ഈ ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം നിന്നുകൊണ്ട് ഇങ്ങനെയൊരു കൊള്ള നടത്താൻ കഴിയില്ല എന്ന കാര്യം തീർച്ചയാണ്. കാരണം ശബരിമല എന്ന് പറയുന്ന ക്ഷേത്രം ഹൈക്കോടതിയുടെയും സർക്കാരിന്റെയും കർശന നിരീക്ഷണവും മറ്റും നടക്കുന്ന ഒരു മേഖലയാണ്. ആ മേഖലയിൽ നിന്നും ഇത്തരത്തിൽ ഒരു പഞ്ചലോക വിഗ്രഹം 4 തട്ടിക്കൊണ്ടുപോവുക, അവിടെ നിന്നും കടത്തുക എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘം ഇതിലേക്ക് കൂടി കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. മാത്രമല്ല, ഈ ഒരു അന്താരാഷ്ട്ര തലത്തിലെ കണ്ണികളെ അടക്കം ബന്ധിപ്പിച്ചുകൊണ്ട് എത്രത്തോളം ഉന്നതരിലേക്ക് അന്വേഷണം എത്താൻ കഴിയുമെന്നടക്കം ചോദ്യമായി നിലനിൽക്കുന്നു. കാരണം ഈ ഒരു ഇത്രയും വലിയൊരു കൊള്ളയാണ് എങ്കിൽ അത് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും രാഷ്ട്രീയ തലത്തിലേക്കും ഭരണതലത്തിലേക്ക് അടക്കം പലരിലേക്കും ഈ ഒരു അന്വേഷണം എത്താനും സാധ്യതയുണ്ട്. അത്തരത്തിലേക്ക് ഒരു വലിയ കണ്ണികളിലേക്ക് അന്വേഷണം എത്താനുള്ള ഒരു വലിയ വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ആരാണ് ഈ ഡി മണി? ഈ വെളിപ്പെടുത്തൽ എത്രത്തോളം വിശ്വാസത്തിൽ എടുക്കണം എന്ന കാര്യത്തിലടക്കം ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നുണ്ട്. കാരണം ഇതിൽ വിശ്വാസത്തിൽ എടുക്കേണ്ടതും ഇതിന്റെ പിന്നാമ്പുറങ്ങൾ അന്വേഷണം കണ്ടെത്തേണ്ടതും അടക്കം ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചുമതലയായി വരും. മാത്രമല്ല, ഈ ഒരു സ്മാർട്ട് ക്രിയേഷനുമായി ബന്ധപ്പെട്ട അടക്കം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ ഒരു കൂടുതൽ വെളിപ്പെടുത്തലും പുറത്തേക്ക് വരുന്നത്. ഇതുമായി ബന്ധപ്പെടുത്തി കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടക്കാനാണ് SITയുടെ നീക്കം. ക്യാമറാമാൻ വിനോദിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ സ്വർണ്ണ വ്യാപാരി നാഗ ഗോവർദ്ധന്റെ 2 ജാമ്യാപേക്ഷകളിൽ റിപ്പോർട്ട് തേടി ഹൈക്കോടതി. മറുപടി നൽകാൻ SITക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ജാമ്യാപേക്ഷ അവധിക്കാലത്തിന് ശേഷം ഹൈക്കോടതി പരിഗണിക്കും. ശബരിമല വിഷയത്തിൽ CPMൽ 2 നിലപാട്. സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ വിഷയം തിരിച്ചടിയായെന്നും എന്നാൽ അതിന്റെ ആഘാതമാണ് തിരിച്ചറിയാതെ പോയതെന്നും ജില്ലാ കമ്മിറ്റിയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയി പരാമർശിക്കുന്നു. ജില്ലാ കമ്മിറ്റിയിലും സമാന വികാരങ്ങൾ അംഗങ്ങൾ പങ്കുവച്ചു. എന്നാൽ മറുപടിയിലും ശബരിമല വിഷയം തിരിച്ചടിയായിട്ടില്ലെന്ന് MV ഗോവിന്ദൻ ആവർത്തിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ തിരിച്ചടിക്ക് ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം കാരണമായില്ല എന്ന പ്രാഥമിക വിലയിരുത്തലാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടത്തിയത്. MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി വാർത്താസമ്മേളനങ്ങളിൽ ആവർത്തിച്ച നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. ശബരിമല തിരിച്ചടിച്ചെങ്കിൽ BJPക്ക് ഇതിലും വലിയ നേട്ടമുണ്ടാകുമായിരുന്നു. അത്ര വലിയ പ്രചരണമാണല്ലോ BJPയും UDF സംസ്ഥാനത്ത് അഴിച്ചുവിട്ടത്. എന്നിട്ടും ഇത്രയല്ലേ പാർട്ടിക്ക് തോൽവി ഉണ്ടായുള്ളൂ എന്നൊരു ന്യായവാദമാണ് MV ഗോവിന്ദൻ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ MV ഗോവിന്ദന്റെ അഭിപ്രായത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിലപാടിനെ അതേപടി ശരിവയ്ക്കുന്ന ചർച്ചകളല്ല CPMന്റെ ജില്ലാ കമ്മിറ്റികളിൽ ഉണ്ടാകുന്നത്. ഏറ്റവും ഒടുവിൽ
തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ അതിരൂക്ഷ വിമർശനമാണ് ശബരിമല വിഷയത്തിൽ സർക്കാർ നിലപാടിനെതിരെ CPM നിലപാടിനെതിരെ ഉയർന്നു വന്നത്. എന്തുകൊണ്ട് പത്മകുമാറിനെതിരെ നടപടിയെടുക്കുന്നില്ല? എന്താണ് അതിന് പിന്നെ രാഷ്ട്രീയ ഉദ്ദേശം? ഏതായാലും അത് ഗുണം ചെയ്ത UDF-നാണ്, കോൺഗ്രസിനാണെന്ന വിമർശനം ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ ഉയർന്നു വന്നു. ജില്ലാ കമ്മിറ്റി യോഗത്തിൽ, തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പ്രത്യേകിച്ച് ഉയർന്നു വന്നു. പത്മകുമാറിനെതിരെ നടപടി എടുക്കണമായിരുന്നു. മാത്രമല്ല, ഈ ശബരിമല അയ്യപ്പ സംഗമമൊക്കെ വലിയ നേട്ടമാണെങ്കിലും അവിടെ അന്നുണ്ടായ ഒരു സംഭവം, അത് വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറ്റിക്കൊണ്ടുപോയതിന്റെ അനന്തര ഫലങ്ങളും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിട്ടുള്ള അഭിപ്രായവും CPM-ന്റെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നു വന്നു. എന്നാൽ അതിൽ പങ്കെടുത്ത സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്റെ നിലപാട് ആവർത്തിക്കുകയും അത് ശബരിമല തിരിച്ചടിച്ചു എന്നതിന് ഇതുവരെ ആ രീതിയിലുള്ള തെളിവുകളൊന്നും വന്നിട്ടില്ല. അത് കണക്കുകൾ പരിശോധിച്ച് എല്ലാ ചർച്ചകൾക്ക് ശേഷം മാത്രമേ ഒരു നിലപാടിലേക്ക് എത്താൻ കഴിയൂ. മാത്രമല്ല, പത്മകുമാറിന് പത്മകുമാറിനെയും വാസു അടക്കമുള്ളവർക്ക് നടപടിയെടുക്കാത്തതിന് കാരണം അവർ തെറ്റു ചെയ്തു, അവരുടെ ഭാഗത്ത് പ്രൊസീജിയർ ലാപ്സ് ഉണ്ടായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് അവർ ഏതെങ്കിലും തരത്തിൽ തട്ടിപ്പിന് കൂട്ടുനിന്നോ അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയിലേക്ക് പങ്കുണ്ടോ എന്നതിന് യാതൊരു തെളിവുമില്ല. SIT-ക്ക് പോലും അത്തരം കണ്ടെത്തലുകളില്ല, FIR-ലെ പരാമർശങ്ങളില്ല. അതുകൊണ്ട് തന്നെ അവരെ ഈ ഘട്ടത്തിൽ പുറത്താക്കുന്നത് അതുകൊണ്ടാണ് അവരെ കുറ്റപത്രം കൊടുക്കുന്നവരെ കാത്തിരിക്കാൻ പാർട്ടി തീരുമാനിച്ചത്. ഇനി അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് കർശന നടപടിക്ക് തന്നെ CPM പോകുമെന്ന ഉറപ്പ് ജില്ലാ കമ്മിറ്റി യോഗത്തിലും MV ഗോവിന്ദൻ നൽകിയിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ നടപടിയെടുക്കേണ്ട കാര്യമില്ല നിലപാട് തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുകയായിരുന്നു. ഏതായാലും MV ഗോവിന്ദന്റെയും സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിലപാടുകളല്ല ശബരിമല വിഷയത്തിൽ ചർച്ച താഴേക്ക് പോകുമ്പോൾ പതിവിന് വിരുദ്ധമായി ഇപ്പോൾ ജില്ലാ കീഴ്ഘടകങ്ങളോട് ചർച്ച ചെയ്ത് നിലപാട് അറിയിക്കാനാണ് CPM ആവശ്യപ്പെട്ടിരിക്കുന്നത്. താഴേക്ക് പോകുമ്പോൾ ഈ വിഷയം കടുത്ത തിരിച്ചടിയായി മാറി എന്നൊരു പൊതുവികാരമാണ് CPM-ന്റെ നേതൃയോഗങ്ങളിൽ ഉയരുന്നത്. ശബരിമല യുവതി പ്രവേശനത്തിലടക്കം ആദ്യം നിലപാട് തിരുത്താൻ CPM പിന്നീട് നിർബന്ധിതമായി മാറി. ശബരിമല യുവതി പ്രവേശനം പാർട്ടിക്ക് മുന്നണിക്കും സംസ്ഥാന തിരിച്ചടി ഉണ്ടാക്കിയെന്ന് CPM വിലയിരുത്തിയിട്ടുണ്ട്. സമാനമായ രീതിയിലേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയും മാറാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റികൾ ഉയർന്നു വരുന്ന ചർച്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കോൺഗ്രസ് നേതാവായ സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പലതവണ സന്ദർശനം നടത്തിയിട്ടുണ്ടെന്ന് മന്ത്രി V. ശിവൻകുട്ടി. അടൂർ പ്രകാശ് MP-യാണ് സന്ദർശനം ഒരുക്കിയത്. അടൂർ പ്രകാശ്, ആന്റോ ആന്റണിയൊക്കെ അവിടെയുണ്ട്. കല്യാണ ഫോട്ടോയിലേതുപോലെയാണ് നിൽക്കുന്നത്. ഉരുക്കിയ നിലയിൽ സ്വർണം കണ്ടെത്തിയിട്ടും അന്വേഷണം വഴിതിരിച്ചു വിടാനുള്ള നീക്കമാണ് പ്രതിപക്ഷം നടത്തുന്നതെന്നും ശിവൻകുട്ടി ആരോപിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് SIT-ക്ക് മേൽ അനാവശ്യ സമ്മർദ്ദമുണ്ടായി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി 2 മുതിർന്ന IPS ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ചെലുത്തുന്നുവെന്നും ഈ ശ്രമങ്ങളിൽ നിന്ന് അവർ പിന്മാറിയില്ലെങ്കിൽ പേര് വെളിപ്പെടുത്തുമെന്നും സതീശൻ പറഞ്ഞു. സ്വർണ്ണക്കൊള്ളയ്ക്ക് രാഷ്ട്രീയ സംരക്ഷണമുണ്ടെന്ന് രമേശ് ചെന്നിത്തല. തൊണ്ടി മുതൽ SIT എന്തുകൊണ്ട് കണ്ടെത്തുന്നില്ല? 3 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ വൻ സ്രാവുകളെ വലയിലാക്കാൻ അന്വേഷണ സംഘം ശ്രമിക്കേണ്ടതാണെന്നും പ്രതികളെ CPI ഭയക്കുന്നുവെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മണ്ഡലപൂജയ്ക്ക് ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്ന തങ്കയങ്കിയും വഹിച്ചുള്ള ഘോഷയാത്ര, രഥഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു. വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി 26-ന് തങ്കയങ്കി ഘോഷയാത്ര വൈകിട്ട് സന്നിധാനത്തെത്തും. തുടർന്ന് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും. 27-നാണ് മണ്ഡലപൂജ. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് തങ്കയങ്കി ഘോഷയാത്ര ആരംഭിച്ചത്. പുലർച്ചെ 5 മുതൽ ക്ഷേത്രത്തിൽ ഭക്തർക്ക് ദർശനത്തിനായി തങ്കയങ്കി വെച്ചതിന് ശേഷമാണ് ശരണം വിളികളുടെ അകമ്പടിയോടുകൂടി തങ്കയങ്കിയും വഹിച്ചുള്ള രഥഘോഷയാത്ര ആരംഭിച്ചത്. ഘോഷയാത്ര കടന്നുപോകുന്ന വീഥികളിൽ ഭക്തർ നിലവിളക്കും നിറപറയും ഒരുക്കി തങ്കയങ്കിയെ വരവേറ്റു. സായുധ പോലീസ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സന്നാഹങ്ങളോടെയാണ് ഘോഷയാത്ര കടന്നു പോകുന്നത്. വിവിധ ക്ഷേത്രങ്ങളിലെയും ഇടത്താവളങ്ങളിലെയും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി 26-ന് വൈകിട്ട് ഘോഷയാത്ര സന്നിധാനത്തെത്തിച്ചേരും. തുടർന്ന് തന്ത്രിയും മേൽശാന്തിയും ദേവസ്വം ബോർഡ് ഭാരവാഹികളും ചേർന്ന് തങ്കയങ്കി ഏറ്റുവാങ്ങും. തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയും നടക്കും. തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ നടക്കി സമർപ്പിച്ച 450 പവൻ തൂക്കമുള്ള ആഭരണങ്ങളാണ് തങ്കയങ്കി. 27-ന് ഉച്ചയ്ക്ക് തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ നടക്കും. ന്യൂസ് 18 പത്തനംതിട്ട. കണ്ണൂർ രാമന്തളിയിലെ കൂട്ടമരണത്തിൽ കലാധരന്റെ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ പുറത്ത്. കലാധരന്റെ ഭാര്യ കള്ളക്കേസുകൾ നൽകി നിരന്തരമായി മാനസികമായി പീഡിപ്പിച്ചതാണ് മരണകാരണമെന്നാണ് കത്തിലെ ഉള്ളടക്കം. കലാധരനും ഭാര്യ നയൻതാരയും തമ്മിൽ കുടുംബ
കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കലാധരന്റെ കൂടെ താമസിക്കുന്ന 2 മക്കളെയും അമ്മയ്ക്കൊപ്പം വിടാൻ കോടതി വിധി ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ നയൻതാര മക്കളെ ആവശ്യപ്പെട്ട് വിളിച്ചിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. ഇന്നലെ രാത്രിയാണ് 2ഉം 6ഉം വയസ്സുള്ള മക്കളെ കൊലപ്പെടുത്തിയ ശേഷം കലാധരനും അമ്മയും വീട്ടിൽ തൂങ്ങി മരിച്ചത്. സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. വില 1 ലക്ഷം കടന്നു. 1,01,600 രൂപയാണ് 1 പവൻ സ്വർണത്തിന്റെ വില. 12,700 രൂപയാണ് 1 ഗ്രാം സ്വർണ്ണവില. പവൻ 1,760 ഗ്രാമിന് 220 രൂപയാണ് ഇന്ന് കൂടിയത്. സ്വർണ്ണവില അന്താരാഷ്ട്ര റെക്കോർഡിൽ എത്തിയിരിക്കുകയാണ്. ലക്ഷവും കടന്ന് സ്വർണ്ണവില കുതിച്ചു പായുകയാണ്. 1,01,600 രൂപയാണ് ഇന്നത്തെ സ്വർണ്ണവില. അതുപോലെ പവന് 12,700 രൂപയുമാണ് ഇന്ന് വിപണി വില. സ്വർണത്തിൻ്റെ വില എങ്ങനെയാണ്? കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് ഫ്ലോ കുറഞ്ഞിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ഒരു ക്രിസ്മസിൻ്റെ ഒരു അനക്കം ഈ ഒരു ക്രിസ്മസിന് നമുക്ക് വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വിലക്കയറ്റാണ് കൂടുതലും നമുക്ക് കൊടുക്കാൻ വരുന്ന കസ്റ്റമറാണല്ലോ. എടുക്കാൻ വരുന്ന കസ്റ്റമർ ഇപ്പോഴും കുറവാണ്. പിന്നെ എന്താ കല്യാണ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ബുക്ക് ചെയ്യണ കാരണം അവർക്കൊരു ലാഭമുണ്ട്. കാരണം ആ ഒരു റേറ്റിന് കിട്ടുന്ന കാരണം സാധാരണക്കാർക്ക് ഇപ്പോഴും 1 പവൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. എന്തായാലും കഴിഞ്ഞ ദിവസം 220 രൂപയാണ് സ്വർണത്തിന് കൂടിയിട്ടുള്ളത്. ഈ വില വർധനവ് ന്യൂ ഇയർ ആകുമ്പോഴത്തേക്ക് ഒരു 1,04,500 അല്ലെങ്കിൽ മുതൽ 7,000 രൂപ വരെ എത്തുമെന്നാണ് വിലയിരുത്തലുകൾ. അങ്ങനെയാണ്. ഇന്നിപ്പോൾ 1,01,600 ആയിട്ടുണ്ട് പവൻ്റെ വില. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് 1,07,000-8,000 ഈ ന്യൂ ഇയർ ആകുമ്പോഴേക്ക് എത്തുന്നത് തന്നെയാണ്. പെട്ടെന്നൊരു ഇടിവിനായിട്ടുള്ള ചാൻസ് കുറവാണ് ഇനി. കാരണം ഡോളറിൻ്റെ റേറ്റ് അബവ് 90 നിൽക്കുകയും ചെയ്യുക. ഒപ്പം ഔൺസിൻ്റെ ഗോൾഡിൻ്റെ റേറ്റ് 1,480 എന്ന് നിൽക്കുന്നത്. അതൊരു 1,550-1,600 എത്തും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ പെട്ടെന്നൊരു ഇടിവുണ്ടാവില്ല. അന്താരാഷ്ട്ര വിപണിയിൽ ഡോളറിൻ്റെ മൂല്യം ഇടിഞ്ഞത് വലിയ നിക്ഷേപത്തിലേക്ക്, സ്വർണത്തെ വലിയ സ്ഥിര നിക്ഷേപം ആക്കാം എന്നുള്ളൊരു ധാരണ പറഞ്ഞതോടുകൂടിയാണ് സ്വർണത്തിന് റെക്കോർഡ് വിലയിലേക്ക് കുതിക്കുന്നത് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമാത്രമല്ല US പലിശ നിരക്ക് കുറച്ചതും ഈ ഡോളറിൻ്റെ മൂല്യശോഷണവും ഒക്കെ വലിയ സാഹചര്യത്തിൽ സ്വർണ്ണവില കൂടുന്നതിലുള്ള വലിയ സാഹചര്യത്തിലേക്ക് നയിക്കുന്നുണ്ട്. അത്തരം സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോഴാണ് സ്വർണ്ണവില ഇങ്ങനെ അടിക്കടി കൂടുന്നത്. ഇത് ബാധിക്കുന്നത് ശരിക്കും മിഡിൽ ക്ലാസ്സിലുള്ള ഇടത്തരക്കാരെയാണ്. പ്രത്യേകിച്ചും കല്യാണക്കാരൊക്കെ ആണെങ്കിലും കൂടുതലും അവർക്ക് നിർബന്ധിതമാകുകയാണ്. സ്വർണം വാങ്ങാനുള്ളൊരു ആകുന്ന സാഹചര്യമാണ് അവർക്കുള്ളത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ സ്വർണം വാങ്ങാതെ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ 10 പവന് കരുതിയിരിക്കുന്ന തുക 7 പവനിലേക്ക് ചുരുക്കേണ്ടി വരും. ആ തുകയ്ക്കല്ലാതെ കൂടുതൽ വാങ്ങാനുള്ള നിവൃത്തിയുമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഈ പൊതുജനങ്ങളെ സംബന്ധിച്ചിട്ട് സ്വർണം വാങ്ങുന്ന ഒരു അളവ് കുറയുകയും അതേസമയം അന്താരാഷ്ട്ര വിപണിയിൽ സ്ഥിര നിക്ഷേപമായി സ്വർണം കണക്കാക്കപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് സ്വർണത്തിൻ്റെ ഡിമാൻഡ് കൂടുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നത്തെ വില അനുസരിച്ച് പവന് 1,760 രൂപയാണ്. അതുപോലെ ഗ്രാമിന് 220 രൂപയാണ് കൂടിയിരിക്കുന്നത്. വരുന്ന ദിവസങ്ങളിലും അതായത് ഈ പുതുവർഷത്തോട് കൂടിയിട്ട് കൂടുതൽ വിലയേറാനുള്ള സാധ്യതയുമുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഒരു 2020 മുതൽ ഇങ്ങോട്ടുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം 60,000 രൂപയാണ് ഈ 5 വർഷത്തിനുള്ളിൽ സ്വർണത്തിന് ഒരു പവൻ്റെ വില കൂടിയത് തന്നെ. അങ്ങനെ ഈ സ്ഥിര നിക്ഷേപത്തിലേക്ക് സ്വർണം പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരു പക്ഷേ അതിനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഉയർച്ചയായിട്ടാണ് കാണുന്നത്. പക്ഷേ മിഡിൽ ക്ലാസ് ആളുകളെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ എല്ലാ ആളുകളെയും സംബന്ധിച്ചിട്ട് സ്വർണം പർച്ചേസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും അതുമാത്രമല്ല ഇത് ബിസിനസ്സിന് അതായത് ഇപ്പം സ്വർണ്ണ ജ്വല്ലറി ഉടമകളാണെങ്കിലും കൂടുതൽ ബിസിനസ് നടക്കുക കല്യാണ ആവശ്യങ്ങൾക്കും അതുപോലെ മിഡിൽ ക്ലാസ് ആളുകളുടെ അടുത്തുനിന്നുമാണ്. അങ്ങനത്തെയുള്ള സാഹചര്യത്തിൽ അത് വലിയ ബിസിനസ് പരമായിട്ട് വിപണിപരമായിട്ട് കുറച്ച് നഷ്ടമുണ്ടാവുകയും അതേസമയം സ്ഥിര നിക്ഷേപത്തിലേക്ക് സ്വർണം മാറുകയും ചെയ്യുകയാണെങ്കിൽ അതല്ലെങ്കിൽ ഓഹരി വിപണിയിലായാലും ഗോൾഡ് പർച്ചേസ് ചെയ്യുമ്പോൾ അത് ഡിജിറ്റൽ ഗോൾഡായാലും അല്ലാതെയായാലും പർച്ചേസ് ചെയ്യുന്ന സാഹചര്യത്തിൽ അതൊരു പക്ഷേ വലിയ മൂല്യത്തിലേക്ക് മാറുകയും ചെയ്യും. എന്തായാലും ഡോളറിൻ്റെ മൂല്യതകർച്ച വലിയ സാധ്യതയാണ് സ്വർണത്തിൻ്റെ വില കൂട്ടാൻ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ഇനിയും മാറിയേക്കാം. അത് ഒരു പക്ഷേ വരും വർഷങ്ങളിലും അതിങ്ങനെ ഈ പറയുന്ന ന്യൂ ഇയർ വരെയുള്ള കാലഘട്ടത്തിൽ അത് കൂടുകയും അത് കുറച്ചു കാലം വില ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തൽ. അത് കൂടുകയും ഇനി അത് കുറച്ചു കാലം നിലനിൽക്കുകയും ചെയ്യുമെന്നാണ് നിരീക്ഷകർ വ്യക്തമാക്കുന്നത്.
ബംഗ്ലാദേശിൽ ഹിന്ദുമത വിശ്വാസിയായ ദീപു ചന്ദ്രദാസിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. VHP, ബജരംഗ് ദൾ എന്നിവയുൾപ്പെടെ ഹിന്ദു സംഘടനകൾ ന്യൂഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് പുറത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. കൊൽക്കത്തയിലും സമാനമായ രീതിയിൽ പ്രതിഷേധം നടന്നു. ബംഗ്ലാദേശ് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷനിലേക്കുള്ള മാർച്ച് പോലീസ് തടഞ്ഞു. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം വഷളാകുന്ന സാഹചര്യത്തിൽ ബംഗ്ലാദേശിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പ്രണയ് വർമ്മയെ യൂനിസ് സർക്കാർ ആശങ്ക അറിയിച്ചു. ഉന്നത സൈനിക ഉദ്യോഗസ്ഥന്റെ മരണത്തിൽ യുക്രൈനെ പഴിച്ച് റഷ്യ. പിന്നിൽ യുക്രൈൻ രഹസ്യാന്വേഷണ വിഭാഗമാണെന്നാണ് ആരോപണം. ലഫ്റ്റനന്റ് ജനറൽ ഫാനിൽ സരോവാണ് കാർ ബോംബ് സ്ഫോടനത്തെ തുടർന്ന് മരിച്ചത്. യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഉന്നത റഷ്യൻ സൈനിക ഉദ്യോഗസ്ഥർക്ക് നേരെ പലതവണ ആക്രമണങ്ങൾ നടന്നിരുന്നു. ഈ വർഷം മാത്രം 3 ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ കൊല്ലപ്പെട്ടത്. തിങ്കളാഴ്ച തെക്കൻ മോസ്കോയിൽ വെച്ചാണ് ലഫ്റ്റനന്റ് ജനറൽ ഫാനിൽ സരോവറിന്റെ കാർ പൊട്ടിത്തെറിച്ചത്. കാറിനടിയിൽ ഘടിപ്പിച്ചിരുന്ന സ്ഫോടക വസ്തുവാണ് അപകടമുണ്ടാക്കിയതെന്നാണ് കണ്ടെത്തൽ. പിന്നിൽ യുക്രൈൻ രഹസ്യാന്വേഷണ വിഭാഗമാണെന്നാണ് റഷ്യയുടെ ആരോപണം. എന്നാൽ ഇത് സംബന്ധിച്ച യാതൊരു തെളിവുകളും അവർ പുറത്തുവിട്ടിട്ടില്ല. US-ന്റെ നേതൃത്വത്തിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ റഷ്യ യുക്രൈനിലെ ആക്രമണവും കടുപ്പിച്ചിട്ടുണ്ട്. കിഴക്കൻ മേഖലയായ ഖാർക്കീവിലെ തിരക്കുള്ള വിൽച്ച പട്ടണത്തിന്റെ നിയന്ത്രണം റഷ്യ ഏറ്റെടുത്തു. തെക്കൻ തുറമുഖ നഗരമായ ഒഡീസയിലും റഷ്യ പിടിമുറുക്കി. യുക്രൈന്റെ സമുദ്രത്തിലേക്കുള്ള ബന്ധം വിച്ഛേദിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ഡിസംബറിന്റെ തുടക്കത്തിൽ കരിങ്കടലിൽ വെച്ച് റഷ്യയുടെ ഷാഡോ ഫ്ലീറ്റ് ടാങ്കറുകൾക്ക് നേരെ യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. ഇതിന്റെ പ്രതികാരമായാണ് ഒഡീസയിൽ ആക്രമണം കടുപ്പിച്ചത്. സംഘർഷങ്ങൾ തുടരുന്നതിനിടെ യൂറോപ്യൻ യൂണിയൻ യുക്രൈന് 2.3 ബില്യൺ യൂറോയുടെ ധനസഹായം കൈമാറി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അഴിമതി കേസിൽ പ്രതിയായിരുന്ന ജയിൽ DIG വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്തു. പരോൾ അനുവദിക്കാനും പരോൾ നീട്ടി നൽകാനും തടവുകാരിൽ നിന്നും കൈക്കൂലി വാങ്ങിയതിന് DIG വിനോദ് കുമാറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ അനധികൃത സ്വത്ത് സമ്പാദനത്തിലും അന്വേഷണം ആരംഭിച്ചിരുന്നു. വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ച സാഹചര്യത്തിലാണ് നടപടി. സർവീസ് അവസാനിക്കാൻ 4 മാസം മാത്രം ബാക്കി നിൽക്കെയാണ് സസ്പെൻഷൻ. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ നേപ്പാൾ യുവതി ദുർഗയുടെ ആരോഗ്യനില തൃപ്തികരം. തീവ്രപരിചരണ വിഭാഗത്തിൽ നിരീക്ഷണത്തിൽ തുടരുകയാണ് ദുർഗ. അടുത്ത 32 മണിക്കൂർ നിർണായകമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. രാജ്യത്ത് ആദ്യമായാണ് സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നത്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ നേപ്പാൾ യുവതി ആരോഗ്യനില തൃപ്തികരമായി തുടരുകയാണ്. ദുർഗാഗാമി എന്ന 21-കാരിക്ക് കഴിഞ്ഞ ദിവസമാണ് ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത്. ഏതായാലും വളരെയധികം സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ രംഗത്തെ നേട്ടം അടയാളപ്പെടുത്തുന്നത് തന്നെയുള്ള ഒരു ശസ്ത്രക്രിയയായിരുന്നു ഇത്. കാരണം ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയ രാജ്യത്തെ സർക്കാർ ജനറൽ ആശുപത്രിയിൽ നടക്കുന്നത് ഇതാദ്യമായാണ്. നേരത്തെ മെഡിക്കൽ കോളേജുകളിൽ നടന്നിട്ടുണ്ടെങ്കിലും അതിന് താഴെയുള്ള ജനറൽ ആശുപത്രിയിലേക്ക് ഈ രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു പുരോഗതിയും ചികിത്സ മുന്നേറ്റവും ഒന്നും അടയാളപ്പെടുത്തുന്ന രീതിയിലേക്ക് ചെന്നിരുന്നില്ല. എന്നാൽ ഇതാദ്യമായാണ് ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നത്. എന്തായാലും ദുർഗാഗാമിയുടെ ആരോഗ്യനില തൃപ്തികരമായിട്ട് തുടരുകയാണ് എന്നത് ആശുപത്രി സൂപ്രണ്ട് തന്നെ ഇക്കാര്യങ്ങൾ മാധ്യമങ്ങളെ അറിയിച്ചു. ദുർഗാഗാമി ഉണർന്നിട്ടുണ്ട്, ഉണർന്ന് കോൺഷ്യസ് ആണ്, വെൽ ഓറിയന്റഡ് ആണ്, സിമിലസിന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. വെന്റിലേറ്ററിലാണ് അവർ സപ്പോർട്ട്. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയിട്ടില്ല. ഒരു 48 to 72 മണിക്കൂറാണ് സാധനം വെന്റിലേറ്റർ സപ്പോർട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് കണ്ടിന്യൂ ചെയ്തിട്ടേ ഉള്ളൂ. 2 കോംപ്ലിക്കേഷനാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ബ്രൈഡ്സ് ഓഫ് മഹാറാണി വെഡ്ഡിംഗ് ഫെസ്റ്റിവലിന് തൊടുപുഴ മഹാറാണി വെഡ്ഡിംഗ് കളക്ഷനിൽ തുടക്കമായി. പുതിയ കാലത്തിന്റെ ഫാഷനും നിറങ്ങൾക്കും അഭിരുചികൾക്കും അനുയോജ്യമായ തരത്തിൽ ഇന്ത്യ ഒട്ടാകെയുള്ള വിവിധ ഫാഷൻ ഡിസൈനേഴ്സിന്റെയും ഫാഷൻ ബ്രൈഡൽ എക്സ്പേർട്ടുകളുടെയും നേതൃത്വത്തിൽ തെരഞ്ഞെടുത്ത ബ്രൈഡൽ ആൻഡ് ഗ്രൂംസ് കളക്ഷൻ അവതരിപ്പിച്ചാണ് തൊടുപുഴ മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻ ബ്രൈഡ്സ് ഓഫ് മഹാറാണി 2026 തുടക്കമായത്. ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ VA റിയാസിന്റെ സാന്നിധ്യത്തിൽ ഡിസൈനർ ഹരി ആനന്ദ്, മിസ് യൂണിവേഴ്സ് ഇന്ത്യയിലെ വിന്നറായ വംശി ഉദയും ചേർന്നാണ് ഫെസ്റ്റിവലിന് തുടക്കം കുറിച്ചത്. മൈജിയുടെ വമ്പൻ ഓഫറായ മൈജി ഓണം മാസ് ഓണം സീസൺ 3 തിരശ്ശീല വീണു. ഡിസംബർ 20 ശനിയാഴ്ച ആൻസ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന പ്രോഗ്രാമിൽ 25 കാർ, 30 സ്കൂട്ടർ, 1 ലക്ഷം രൂപ വീതം 30 പേർക്ക് ക്യാഷ് പ്രൈസ്, 60 പേർക്ക് ഇന്റർനാഷണൽ ട്രിപ്പ്, 1 പവന്റെ 30 സ്വർണ്ണ നാണയങ്ങൾ തുടങ്ങിയ സമ്മാനങ്ങൾ വിജയികൾ ഏറ്റുവാങ്ങി. മൈജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ AK ഷാജി, മൈജി ബ്രാൻഡ് അംബാസഡർ ടൊവിനോ തോമസ്, കോട്ടയത്തെ പൗരപ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.
25 കോടി രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമാണ് മൈജി ഓണം മാസ് ഓണം സീസൺ 3 പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഓണം ഓഫറിന് മൈജിയുടെ 150-ൽ പരം ഷോറൂമുകളിലും ആവേശകരമായ വരവേൽപ്പാണ് കിട്ടിയത്. സൂര്യഭാരതി ഗ്രൂപ്പിന്റെ അടുത്ത ചുവടുവയ്പ് ആരോഗ്യ മേഖലയിലേക്കാണെന്ന് സൂര്യഭാരതി ഗ്രൂപ്പ് ചെയർമാൻ KP മനോജ് കുമാർ. NITC MFTC വാർഷിക സംഗമത്തിലാണ് പുതുതായി ആരംഭിക്കുന്ന ആശുപത്രി പ്രഖ്യാപനം നടത്തിയത്. ഇതിനോടകം കോളങ്ങാട്ടുകരയിൽ ആരോഗ്യരംഗത്തെ ആദ്യ ചുവടെന്ന നിലയിൽ സൂര്യഭാരതി മെഡിക്കൽസ് എന്ന പേരിൽ മെഡിക്കൽ ഷോപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഡോക്ടറുടെ സൗജന്യ സേവനം ലഭ്യമാക്കിയിട്ടുണ്ട്. തൃശൂർ കേന്ദ്രീകരിച്ച് 1 ഏക്കറിൽ 1 ലക്ഷം ചതുരശ്ര അടിയിലാണ് ആശുപത്രി നിർമ്മിക്കുകയെന്ന് മനോജ് കുമാർ പറഞ്ഞു. ക്യാൻസർ, ഡയാലിസിസ്, ഹൃദ്രോഗം എന്നീ വിഭാഗങ്ങളിൽ പ്രത്യേക ചികിത്സ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ആരോഗ്യ മേഖലയിലേക്കുള്ള സംഭാവനയായി ആംബുലൻസിന്റെ താക്കോൽദാനവും SBM മോട്ടോഴ്സിന്റെ കീഴിലുള്ള 2 ടൂറിസ്റ്റ് ബസ്സുകളുടെ താക്കോൽദാനവും സിനിമാ താരങ്ങളായ കലാഭവൻ ഷാജോൺ, ഷൈൻ ടോം, ഗായത്രി സുരേഷ്, വിൻസി അലോഷ്യസ് എന്നിവർ ചേർന്ന് NITC FMTC ഡയറക്ടേഴ്സിന് നൽകി നിർവഹിച്ചു. തൃശൂർ അയ്യന്തോൾ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അക്യുല ഫിനാൻസ് ലിമിറ്റഡിന്റെ പുതിയ ശാഖ പാലക്കാട് കരിങ്കരപ്പുള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു. അക്യുല ഫിനാൻസ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ ജയകുമാർ പുത്തിരത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. അക്യുല ഫിനാൻസിന്റെ ബിസിനസ് ഡെവലപ്മെന്റിന്റെ ഭാഗമായി കൂടുതൽ ബ്രാഞ്ചുകൾ പ്രവർത്തന സജ്ജമായിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. സ്ഥാപനത്തിന്റെ ഓൾ ടൈം ഡയറക്ടർ ദിവ്യ KR, DGM മോഹൻദാസ്, സ്ഥാപനത്തിലെ മറ്റു ഉയർന്ന ഉദ്യോഗസ്ഥർ, ബ്രാഞ്ച് ജീവനക്കാർ, പ്രദേശവാസികൾ എന്നിവർ പരിപാടിയിൽ സന്നിഹിതരായി. പുനരൂപകൽപ്പന ചെയ്ത CP ഫിറ്റിംഗ്സും സാനിറ്ററി വെയർ പോർട്ട്ഫോളിയോയും അവതരിപ്പിച്ച് വാട്ടർ ടെക് ഇന്ത്യ. ആധുനിക ഇന്ത്യൻ വീടുകളുടെ മാറിവരുന്ന ആവശ്യങ്ങൾ കണക്കിലെടുത്താണ് പുതിയ പ്രഖ്യാപനം. വിപണിയിലെ എല്ലാ തലങ്ങളിലെയും സേവിക്കാൻ വാട്ടർ ടെക് തയ്യാറാണെന്ന് പോർട്ട്ഫോളിയോ അവതരിപ്പിച്ച് വാട്ടർ ടെക് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ മാത്യു ജോബ് പറഞ്ഞു. ഓണാട്ടുകരയുടെ സാമൂഹ്യ കലാകായിക രംഗങ്ങളിൽ നിസ്തുലമായ സംഭാവനകൾ നൽകിയ പ്രയാർ ഫ്രണ്ട്സ് ക്ലബിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് ഡിസംബർ 26 തിരിതെളിയും. ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് സുവർണ ജൂബിലി ലോഗോ പ്രകാശനം കരുനാഗപ്പള്ളി MLA CR മഹേഷ് നിർവഹിച്ചു. 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തുന്നത്. ക്ലബ് പ്രസിഡന്റ് ഷമീൻ, സ്വാഗത സംഘം ചെയർമാൻ KR വത്സൻ, മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ.